ഹായ്, എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. ഞാൻ ഇന്നിവിടെ ഒരു മുട്ട ബിസ്ക്കറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ബിസ്ക്കറ്റ്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുട്ട ബിസ്ക്കറ്റ് തയ്യാറാക്കാനായിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 2 മിനിറ്റ് സമയം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. കളറിന് പകരം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി 2-3 മിനിറ്റ് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരിച്ച് അതിലേക്ക് ഇടാം. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി മാവ്. കുറച്ച് മാവും കൂടി ഇടാം. ഇനി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, എന്നാലേ മുട്ട ബിസ്ക്കറ്റ് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അഥവാ ലൂസാവുന്നെങ്കിൽ മൈദ കുറച്ചുകൂടി ഇടണം. അഥവാ കട്ടിയാവണമെങ്കിൽ കുറച്ച് പാലൊഴിച്ചാൽ മതിയാകും. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതിയാകും. ഈ ഒരു പരുവത്തിനാണ് കുഴച്ചെടുക്കാനുള്ളത്. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഇതിപ്പോൾ ആ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു പ്ലാസ്റ്റിക് കവറിൽ ഒഴിച്ചു കൊടുക്കാം. കവർ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്കിത് അതിലേക്ക് നിറച്ചു കൊടുക്കാം. ഇതുപോലെ നിറച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് എടുക്കാം. ഈ ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു പാൻ വെച്ചിട്ടാണ് ഞാൻ മുട്ട ബിസ്ക്കറ്റ് തയ്യാറാക്കുന്നത്. ദോശക്കല്ല് ചൂടാകാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലാണ് ഇത് ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഇതിൻ്റെ തുമ്പൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. കുറച്ച് അകലമിട്ടാണ് വെക്കാനുള്ളത്. ഇത് ചൂടാകുമ്പോൾ വലുതായി വരും. ഇതുപോലെ നിറയെ വെച്ചു കൊടുക്കും. വലിയ ഒരു പാൻ ആയതുകൊണ്ട് കൂടുതൽ ഇതിൽ വെക്കാൻ പറ്റും. ഇതുപോലെ നിറയെ നമ്മൾ ചെറുതായിട്ട് വെച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് ചൂടായ ദോശക്കല്ലിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കാം. ബാക്കി അടുത്തത് തയ്യാറാക്കാം. ഈ ദോശക്കല്ലിൻ്റെ പുറത്ത് കല്ല് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് വെച്ചു കൊടുക്കാം. ഒരു 5-7-8 മിനിറ്റ് ആകുമ്പോൾ ഇത് റെഡിയായി കിട്ടും. ഒരു അടപ്പും കൂടി വെച്ച് അടച്ച് വെക്കാം. അടപ്പ് ഇതിന് പാകമായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതെല്ലാം ഒന്നുകൂടി തിരിച്ചുകൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടും. കറുമുറാന്ന് കഴിക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ കറുമുറ കഴിക്കുന്നതാണല്ലോ നമുക്കെല്ലാം ഇഷ്ടം. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയും കൂടി അതുപോലെ തയ്യാറാക്കിയെടുക്കാം.
ബാക്കിയും കൂടി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തു. ഇതും കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ എല്ലാം പാകമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇരുമ്പ് ചട്ടിയുടെ പുറത്താണ് ഇരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ഒന്ന് തിരിച്ചു കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതിലിരുന്ന് തന്നെ ഇതെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കറുമുറാന്നല്ലേ കഴിക്കുന്നത്. ആ ഒരു പരുവത്തിന് കിട്ടാനാണ് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, ടേസ്റ്റിയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാൻ തയ്യാറാക്കിയ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.